സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സ്ത്രീകളുടെ ക്ഷേമത്തിനായി രൂപകൽപ്പന ചെയ്ത കർശനമായ നിയമങ്ങൾ അവരുടെ ഭർത്താക്കന്മാരെ ശാസിക്കുന്നതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ ആധിപത്യം സ്ഥാപിക്കുന്നതിനോ കൊള്ളയടിക്കുന്നതിനുള്ള ഉപകരണങ്ങളല്ലെന്ന് സുപ്രീം കോടതി. സ്ത്രീകൾക്കുള്ള നിയമവ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യാനുള്ളതല്ലെന്ന്, അവരുടെ ക്ഷേമത്തിലുള്ള പ്രയോജനപ്രദമായ നിയമനിർമ്മാണങ്ങളൊന്നും അവരുടെ ഭർത്താക്കന്മാരെ ശാസിക്കുന്നതിനുള്ള മാർഗമല്ലെന്നും അതിൽ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ, വിവാഹിതയായ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയരാക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളെ ബെഞ്ച് നിരീക്ഷിച്ചു. വൈവാഹിക തർക്കങ്ങളുമായി ബന്ധപ്പെട്ട മിക്ക പരാതികളിലും സംയോജിത പാക്കേജ് സുപ്രീം കോടതി പലതവണ അപലപിച്ചു. ക്രിമിനൽ നിയമത്തിലെ വ്യവസ്ഥകൾ സ്ത്രീകളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമാണ്. എന്നാൽ ചില സ്ത്രീകൾ തെറ്റായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും ഭർത്താവിനെയും കുടുംബത്തെയും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഉപകരണമായി ഉപയോഗിക്കരുതെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു.